ഓക്കെ സോ ഹായ് ആം അഹമ്മദ് ഷഹീൻ. ഇന്നത്തെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇന്നത്തെ കണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ടൈം തന്നെ ഏകദേശം ഒരു 7 to 8 ഇയേഴ്സാണ്. അത് 7-8 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുത്തൊരു കണ്ടൻറ്റാണ് ഇന്നത്തെ. കാരണം ഇന്നത്തെ കണ്ടൻറ്റിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് വെൻ യു ചൂസ് യുവർ പാഷൻ. നിങ്ങളുടെ പാഷന് ചൂസ് ചെയ്ത് അതിന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്നതിൻ്റെ എൻ്റെ ഒരു വെർഷനാണ് ഇന്നത്തെ കണ്ടൻറ്റ്. സോ അപ്പോൾ അതിനായിട്ട് എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങോട്ട് പറയേണ്ടി വരും, ഞാൻ ആരാണ് എന്താണ് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ കണ്ടൻറ്റ് കണക്റ്റ് ആവും. സോ എൻ്റെ പേര് അഹമ്മദ് എന്നാണ്. ഞാനൊരു ഓട്ടോമോട്ടീവ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് കുറച്ച് ട്രാവൽ ചെയ്ത് ഫോട്ടോസ് എടുക്കാനും ചെറിയ ചെറിയ കണ്ടൻറ്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഇഷ്ടം. കറൻ്റ്ലി ഐ ഓൺ എ സ്റ്റുഡിയോ സ്പേസ്. അതിൽ നമ്മളെല്ലാ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നൊരു സ്റ്റുഡിയോ സ്പേസ് ഓൺ ചെയ്യുന്നുണ്ട്. ദർ വാസ് ഒരു ടൈം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ കരിയർ ചൂസ് ചെയ്യാനുള്ളൊരു ടൈം. ആ സമയത്ത് 2 ഓപ്ഷൻസാണ് ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഒന്നൊരു കൺവെൻഷണൽ വേ ആണ്, ലൈക്ക് ഡോക്ടർ, എൻജിനീയർ, ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പാഷൻ ഫോളോ ചെയ്ത് പോവാം എന്നുള്ളതാണ്. സോ ഐ ചോസ് ദിസ് സെക്കൻഡ് പാത്ത്. എനിക്കെൻ്റെ ഫോട്ടോഗ്രാഫി എന്നുള്ള എൻ്റെ പാഷൻ ഒരു കരിയറായിട്ട് ചൂസ് ചെയ്ത് അത് ബിൽഡ് ചെയ്തെടുക്കണമെന്നുള്ള പ്ലാൻ ഞാൻ ഫിക്സ് ചെയ്തു. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു പ്ലാൻ വേണമായിരുന്നു. കാരണം ആൾറെഡി ഞാൻ ആ ഒരു 2017-18 ടൈം പീരീഡിലാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയാലുള്ള നല്ല വശങ്ങളും മോശം വശങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ഐ നോ ഇറ്റ്സ് എ റിസ്ക്. അതൊരു നല്ല റിസ്ക് ഫാക്ടറാണ് ഈ ഒരു പാഷൻ എന്നുള്ളത് പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്താൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് അതേ സമയത്ത് ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഐ വാണ്ടഡ് എ ഗുഡ് പ്ലാൻ. ഒരു പ്ലാൻ വേണമായിരുന്നു. എന്നാൽ ഈ പ്ലാനിൻ്റെ പ്രോസസ്സ്, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഫൈനൽ ഔട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഇത് കാണും. അതിലോട്ട് എത്തുന്ന പ്രോസസ്സിനെ ഞാൻ എൻജോയ് ചെയ്യാൻ വേണം. അങ്ങനൊരു കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. വിത്തിനൊരു 1 to 2 ഇയേഴ്സ് ഞാൻ എൻ്റെ പ്ലാൻ ഒരു 2 വർഷമൊക്കെ എടുത്തു. നല്ലൊരു റിസർച്ചൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നെറ്റിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാനൊരു ഫൈനൽ പ്ലാൻ ഉണ്ടാക്കി വെച്ചത്. സോ ഞാൻ അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് കുറച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ക്രിയേറ്റീവ് ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടതും. അവിടെ ഞാൻ നോക്കുന്ന അതേ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സുള്ളതായിട്ട് പറഞ്ഞത്. കാരണം എനിക്ക് ഫോട്ടോഗ്രാഫി മാത്രമല്ല, അതിനെ സറൗണ്ട് ചെയ്തിട്ട് കുറച്ച് മൈക്രോ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടും പഠിക്കണം. കാരണം നമ്മൾ ഫോട്ടോഗ്രാഫി മാത്രം പഠിച്ചിട്ടൊരു തുടങ്ങുന്ന ബിസിനസ് അല്ല ഞാൻ പ്ലാൻ ചെയ്തത്. സോ എനിക്കതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള എഡിറ്റിങ്ങും ബാക്കി കുറച്ച് സെഗ്മെൻറ്റ്സ് എല്ലാം പഠിക്കണമെന്നുണ്ടായിരുന്നു. സോ അതിന് ബെറ്ററായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ക്രിയേറ്റീവ് ഹട്ടിൽ ജോയിൻ ചെയ്തത്. സോ അവിടെ ജോയിൻ ചെയ്യുന്ന ആ സെയിം ടൈമിൽ തന്നെ ഞാൻ ഈ പ്രോസസ്സ് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഞാൻ തന്നെ ജസ്റ്റ് സംസാരിക്കും, ലൈക്ക് ഇന്നിങ്ങനെയാണ്, ഇവിടെ ഇന്നത്തെ പരിപാടി ഇത്രയാണ്, ഞാനിങ്ങനെ കോഴ്സിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റുഡിയോ തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ ഇപ്പം വർക്ക്സൊക്കെ ഇങ്ങനെയായി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതും ആ കുറച്ച് ഡോക്യുമെൻ്റ് ചെയ്ത വേർഷൻസും ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷനും വെച്ചിട്ടുള്ളൊരു കമ്പാരിസണാണ്. സോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ളത് എനിക്ക് 2019 ഞാൻ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം. സ്റ്റുഡിയോ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കുവാണ് ഞാൻ. സ്റ്റുഡിയോ തുടങ്ങിയിട്ടൊന്നുമില്ല. ഇതാ ഇപ്പോൾ ജസ്റ്റ് കാട് പോലെ കിടക്കുവാണ് മൊത്തം. ഇനി ഇവിടെ വേണം സ്റ്റുഡിയോ റെഡിയാക്കി എടുക്കാൻ. എല്ലാം പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നു. സോ ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് കാലം ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഈ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. സ്റ്റുഡിയോ തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം. അതിന് തന്നെ എനിക്കൊരു 1 ഇയർ എടുത്തു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. കാരണം ആ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം ഒരു ഹോപ്പാണ്, നമുക്കിത് തുടങ്ങാൻ പറ്റും എന്നുള്ളത് ഒരു ഹോപ്പ് എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ്. സോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ 2021 ഉള്ളൊരു വീഡിയോ കൂടെ ഞാൻ അടുത്ത് പ്ലേ ചെയ്യാം. സോ ഇറ്റ്സ് ആൾ ഹാപ്പനിങ്. ആൻഡ് ഇപ്പോൾ സ്റ്റുഡിയോയുടെ പണിയൊക്കെ കഴിഞ്ഞു. സ്റ്റുഡിയോ പണി കഴിഞ്ഞൊന്നുമല്ല, സ്റ്റുഡിയോയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കയറി. 4-ാം തീയതി ഓപ്പൺ ചെയ്ത് കയറി, May 4. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 12-ാം തീയതി ആയി. ഇതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ.
സിസ്റ്റം മേക്കപ്പ് റൂമൊക്കെ സെറ്റ് ആവാനുണ്ട്, ആയിട്ടില്ല. സൈക്ലോരാമ വാൾ സെറ്റ് ആവണം, ആയില്ല. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുണ്ട്. നിയോൺ സ്റ്റുഡിയോ ഒന്നും ആയില്ല. പിന്നെ ഷട്ടർ, ബാക്കി 2 ബാക്ക്ഗ്രൗണ്ട്. സോ അപ്പോൾ വർക്ക് ഇനിയും പെൻഡിങ് ആണ്, വർക്ക് ഇനിയും ഉണ്ട്. ഔട്ട്ഡോർ ഒന്നും ആയിട്ടില്ല. ഔട്ട്ഡോറൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ, എല്ലാം ഫ്രീ ആയി കിടക്കുന്നേ ഉള്ളൂ. മോസ്റ്റ്ലി ഒരു 6-7 മാസത്തിനുള്ളിലൊക്കെ ഒന്ന് ബേസിക്കായിട്ട് സെറ്റായിട്ട് വരും. അത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് വർക്കെല്ലാം പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ രണ്ടാമത് കണ്ട വീഡിയോയിൽ നമ്മൾ സ്റ്റുഡിയോയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. സോ അത് ഞങ്ങൾ ചെറിയൊരു ഇനാഗുറേഷൻ പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം വിളിച്ച് നമ്മൾ ചെറിയൊരു ഇനാഗുറേഷൻ പോലെ വെച്ച് ഓപ്പൺ ചെയ്തു. പക്ഷേ അവിടെ എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ വിച്ച് ഹാസ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഷൂട്ട്. നമുക്ക് ഇൻഡോർ ഫോട്ടോഗ്രാഫി, ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റിനോട് നീതി പുലർത്താൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. കാരണം ഞാനന്ന് ചെറുപ്പമാണ്, ഇപ്പോൾ എനിക്കുള്ള ലിമിറ്റഡ് നോളജും എനിക്ക് ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ ഒരു സ്ട്രക്ചർ ആദ്യം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം എനിക്കും അറിയാം, ഞാൻ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴേ ആൾറെഡി പ്ലാൻഡാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഇൻസ്റ്റാളേഷൻ ആയിരിക്കും. കാരണം നമ്മളൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇഫ് യു ആർ ഫുൾ കോൺഫിഡൻറ്റ് യു ക്യാൻ ഇൻസ്റ്റാൾ. ബട്ട് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു റിസ്ക്കാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഓപ്ഷൻ. അങ്ങനെയാണ് ഞാൻ സ്റ്റുഡിയോ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്ലാൻ ഞാൻ ആദ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ പ്ലാനിൻ്റെ ഫൈനൽ ഔട്ടായിരിക്കും നമ്മുടെ മൈൻഡിൽ എപ്പോഴും. സോ ആ പ്ലാനിലോട്ട് എത്താനായിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ ഇനിയൊരു വീഡിയോ പ്ലേ ചെയ്യാം. ആ വീഡിയോയിൽ ഈ സെയിം 2021-22 എൻ്റെ ഒരു വെർഷനാണ്. അന്ന് ഞാൻ സംസാരിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ ടൈമിൽ ആ പുള്ളി ഹാപ്പിയാണ്, ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എനിക്ക് എൻ്റെ ഒരു പ്ലസ്സായിട്ട് തോന്നിയത്. ഞാനിതൊരു 2-3 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സെൽഫ് റെക്കോർഡിങ്, കൈൻഡ് ഓഫ് ആൻ അപ്ഡേറ്റ്. എന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ആദ്യം ഞാൻ തുടങ്ങിയതെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരുമായിട്ടത് ഷെയർ ചെയ്യാൻ പറ്റണം എന്നൊരാഗ്രഹമുണ്ട്. സോ ഇപ്പോഴും ഐ എം നോട്ട് ഷെയറിങ് വിത്ത് എനിവൺ, കീപ്പ് റെക്കോർഡിങ്. അപ്പോൾ അതിനൊരു പാർട്ടായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ് സോ ഇറ്റ്സ് ഇന്ന് അപ്പോൾ 12 ചൊവ്വാഴ്ചയാണ്, മെയ് 24, 2022. സ്റ്റുഡിയോ ഒക്കെ ഓപ്പണായി കുറച്ച് ടൈമായി. ആൻഡ് ആക്ച്വലി ഐ എം ലീവിങ് എ ലൈഫ് ദാറ്റ് ഐ ഡ്രീംഡ്. ഒരു ഡ്രീം ഉള്ള ലൈഫ് തന്നെയാണ്. ഇപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ എം ഏബിൾ ടു ബി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ സെറ്റപ്പ്. സ്റ്റുഡിയോയിലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. അവിടെ കിടക്കുന്ന വണ്ടിയുണ്ട്. ആൻഡ് സിസ്റ്റമൊക്കെ മൂടി ഉറങ്ങാൻ പോവാണ്. സോ ഒരു പടമൊക്കെ കണ്ടിരുന്നിട്ട് ജസ്റ്റ് കിടക്കാൻ നേരത്തൊരു അപ്ഡേറ്റ് ആവാമെന്ന് കരുതി. അത്രയേ ഉള്ളൂ. ലൈഫിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ വെച്ചിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ നാളെ നമ്മളുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ബട്ട് ഉള്ള ടൈം ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതൊരുപാടുണ്ടാവും അപ്പ് ആൻഡ് ഡൗൺസ്, പക്ഷെ അതാണ് ലൈഫ്. സോ അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന വരെ. സോ നിങ്ങളിപ്പോൾ ആ കണ്ട വീഡിയോയിൽ ഞാനും ഹാപ്പിയാണ്. കാരണം ആ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതിനുള്ള ഞാൻ ആൾറെഡി അക്സെപ്റ്റഡ് ആണ്, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആണെന്നുള്ളതും
ബൈ ടൈം മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവൂ എന്നുള്ളത്. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു പാഷൻ കരിയറായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്ന ഒരാളോടോ എനിക്ക് പറയാനുള്ള ഇത്രയാണ്: നിങ്ങൾ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത്യാവശ്യം നല്ല പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക, നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി അതിൽ വർക്കൗട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി ടൈം കഴിയും തോറും നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ആ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ ഞാനൊരു 2 വീഡിയോ ഇപ്പോൾ സൈഡ് ബൈ സൈഡ് കമ്പാരിസണായിട്ട് പ്ലേ ചെയ്യാം. ഒന്ന് ഞാൻ 2021 ആ ടൈമിൽ തന്നെ എടുത്തൊരു വീഡിയോയും, ഒന്ന് കറൻ്റ്ലി ഈ 2025 എടുത്തൊരു വീഡിയോയും. ഒരു 5 വർഷത്തെ ഗ്യാപ്പിൽ എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ആ 2 വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടിപ്പോൾ 3 വർഷമായി. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് ആ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. സോ അന്നത്തെ വീഡിയോയിൽ നമുക്ക് എഡിറ്റിംഗ് റൂം ഇവിടെ ആയിരുന്നു, അത് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ന്യൂ ബോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ദെൻ മേക്കപ്പ് ഏരിയയും കാര്യങ്ങളൊക്കെ അകത്ത് സെറ്റാണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു റിസപ്ഷൻ ഏരിയ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സൈക്ലോരാമ ഹോള്, അവിടെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റുഡിയോ ഫുള്ളി AC ആയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കറൻ്റ്ലി ഡിസംബറാണ്, സോ ക്രിസ്മസ് തീം നടക്കുകയാണ്. ആൻഡ് പിന്നെ നിയോൺ സ്റ്റുഡിയോ, അതും സെറ്റാണ്. അതിലും അത്യാവശ്യം നമുക്ക് പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ നിയോൺ സ്റ്റുഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി നോക്കാനുള്ളത് ഔട്ട്ഡോറാണ്, അത് ഞാൻ കാണിക്കാം. സോ അപ്പോൾ ആ 2 വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. നമ്മൾ ഒരു കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പാഷൻ ചൂസ് ചെയ്ത് അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അച്ചീവ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലായി കാണും, ഈ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ എന്തിനായിരിക്കും ഈ ഒരു 7-8 ഇയേഴ്സിൻ്റെ ആവശ്യം വന്നതെന്നുള്ളത്. കാരണം ആൾറെഡി ഞാനിത് പ്രീ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇതെല്ലാം അച്ചീവ് ചെയ്തതിന് ശേഷം ഈ ബിഫോറും ആഫ്റ്ററും വെച്ചിട്ട് ഒരു കണ്ടൻറ്റ് ചെയ്യണമെന്നുള്ളത് ഇറ്റ് വാസ് മൈ പ്ലാൻ ബിഫോർ ഈവൻ ഐ സ്റ്റാർട്ടഡ് മൈ സ്റ്റുഡിയോ സ്പേസ് ആൻഡ് എവറിത്തിങ്. സോ നമ്മുടെ കണ്ടൻറ്റിൻ്റെ ടോപ്പിക്ക് വാട്ട് ഹാപ്പൻസ് വെൻ യു ചൂസ് യുവർ പാഷൻ ആസ് എ പ്രൊഫഷൻ. യു ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. ആൾ യു നീഡ് ഈസ് പേഷ്യൻസ്, ഹാവ് എ ഗുഡ് പ്ലാൻ. അപ്പോൾ എല്ലാവരും നല്ല വലിയ വലിയ ആഗ്രഹങ്ങൾ ഡ്രീം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. See you. ആൻഡ് വൺ മോർ തിങ്, നമ്മളൊരു പാഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് ഓൺ ദി ഗോയിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്കെയില് വലുതായിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ഡ്രീം വലുതായിക്കൊണ്ടിരിക്കും. സോ സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങളുടെ മൈൻഡിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓൺ ദി ഗോയിങ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബിഗർ.